ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇതാ നമ്മൾ ഉദയ്പൂർ എത്തി. സോ ഉദയ്പൂർ എയർപോർട്ടിലാണ്, ഫ്രണ്ടിലാണുള്ളത്. ഇതാ അവിടെ ഇനിയിപ്പം നമ്മുടെ ബാഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാ ഇപ്പം ക്യൂ ആണ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാഗൊക്കെ കിട്ടിയിട്ട് നമ്മൾ സ്റ്റേക്ക് അങ്ങോട്ടേക്ക് പോക്കണുണ്ടാവുക. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ബാഗിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബാഗ് വരുന്നില്ല ഗൈസ്. ഇതാ എൻ്റെ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ കളക്ട് ചെയ്യാം. നമ്മളിനി ക്യാബ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ക്യാബ് കിട്ടി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എയർപോർട്ടിൽ നിന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോട്ടലെത്തി. ഹോട്ടൽ ബാബ പാലസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രി വരുന്നത്. ഇതിന്റെ സറൗണ്ടിങ്സ് ആണ് കേട്ടോ ഇങ്ങനെ. ഇതൊരു ഫ്രണ്ടിൽ തന്നെ ടെമ്പിളാണ്. നമുക്ക് ഉള്ളിൽ പോവാം. ജസ്റ്റ് കുളിച്ച് ഡ്രസ്സ് മാറി. അപ്പം ഞാൻ ഈ ഔട്ട്ഫിറ്റ് ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഇതൊരു ഫുൾ വ്യൂ കിട്ടുന്നില്ല. ഞാൻ ലാസ്റ്റ് പിക്ക് ഇടാം. അപ്പം ഇത് കുറച്ച് എനിക്ക് ലൂസാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബെൽറ്റ് വെച്ച് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യാന്ന്. ഞാൻ നോക്കട്ടെ, അത് സെറ്റ് ആവും തോന്നുന്നു. സോ ഞാൻ ഈ ബെൽറ്റ് വെച്ച് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് പോവാൻ പ്ലാൻ ഇട്ടത് സിറ്റി പാലസിലോട്ടാണ്. അപ്പം അവിടെ എന്താ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് റെഡി ആവാം പെട്ടെന്ന്. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ സെയിം മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം മോയ്സ്ചറൈസറാണ്, റൈസ് സെറാമൈഡിൻ്റെ. ഇപ്പം മോയ്സ്ചറൈസർ സെറ്റായി. ഇനി നമുക്ക് സൺസ്ക്രീന്. ഞാൻ അക്വലോജിക്കയുടെ ഈ സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത്. സോ ഞാൻ 3 ഫിംഗറിൽ എടുക്കുന്നുണ്ട്, കാരണം ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. സോ ഓക്കെ, ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. എവിടെയൊക്കെ പോകേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പം ഓരോന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഈ അണ്ടർ ഐൻ്റെ അവിടെ ചെറുതായിട്ട് ഫൗണ്ടേഷൻ പോലത്തെ എന്തെങ്കിലും ഇടാന്ന്. കാരണം ഞാൻ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല മര്യാദയ്ക്ക്. അപ്പം ചെറിയൊരു ഉറക്ക ക്ഷീണമൊക്കെ കാണാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഫൗണ്ടേഷൻ ഞാൻ ഈ മോയ്സ്ചറൈസറായിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചില സമയം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഓക്കെ. പെട്ടെന്ന് ബ്ലെൻഡായി പോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാനതങ്ങനെ ചെയ്തത്. ലാസ്റ്റ് മിക്സ് ചെയ്യാം, ലൈക്ക് ഇത് ചെയ്യാം,
ജസ്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ആക്കാം. ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ടുവരാൻ മറന്നുപോയി ഗൈസ്. ഞാൻ എടുത്തു വെച്ചു എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഐബ്രോ പെൻസിൽ ഇല്ല. ജസ്റ്റ് ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ നമുക്ക് മുംബൈയിലൊരു 5 hours കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈക്ക് അവിടെ എയർപോർട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ലോഞ്ചൈസസ് കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി. ലൈക്ക് അറൗണ്ട് ഒരു 4:15 4:45 ആവുന്ന ടൈമിൽ. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. എനിക്കിപ്പോഴും വിശക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഉറക്കത്തിലാണ് കുറച്ച് പ്രശ്നം പറ്റിയത്. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റിലായിരുന്നു. ഒന്നാമത് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ബോംബെയിലേക്കാണ് പോയത്. അപ്പം ബാംഗ്ലൂരിൽ നിന്നും നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായി, ഡിന്നർ പോലെ കഴിച്ചു എയർപോർട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ബോംബെ എത്തി. പിന്നെ ബോംബെയിൽ കുറച്ച് സമയം എന്തോ കിടന്നു, പക്ഷെ മര്യാദക്കൊന്നും ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ലൈക്ക് ജസ്റ്റ് കിടന്നേ ഉണ്ടായുള്ളൂ. അപ്പം ഉറക്കമാണ് സീനായത്. ഫുഡ് കഴിച്ചൊന്നും കുഴപ്പമുണ്ടായില്ല. എനിക്ക് ലോഞ്ചിലെ ഫുഡാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സെറ്റ് ഫുഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചക്കും കൂടെ കഴിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. കുറച്ച് ഈ ഒരു കണ്ണിൻ്റെ അവിടെ മാത്രം കുറച്ച് ഓവറായി പോയെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മിററും കൂടെ നോക്കട്ടെ. ഈ ഫോണിൽ കൂടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് മനസ്സിലാവില്ല. ഞാൻ ഇത്ര പൊടിയെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ കയ്യിൽ ഇങ്ങനെ ബാക്കിയുണ്ട്. ഞാൻ വെച്ചിട്ട് അതുകൂടെ ഒക്കെ നോക്കി കൊടുക്കാം. ജസ്റ്റ് എനിക്കിങ്ങനെ ഓവറായിട്ട് ഫേസിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്തോപോലെ തോന്നും, സ്റ്റിക്കി ആവുന്ന പോലെ ചില ടൈമിൽ മാത്രം. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് ഓഫ്കോഴ്സ് അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈവൻ എന്തെങ്കിലും ക്രീം ഇട്ടാൽ പോലും ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നാറുണ്ട് ഈ ചൂടുള്ള ടൈമിൽ. ഇപ്പം ഞാൻ ഓവറായിട്ടൊന്നും ഇടുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് തിക്നെസ്സോ കാര്യങ്ങളോ തോന്നുമ്പോൾ ഒരു ചെറിയ പൊടിക്കേ ചെയ്യാറുള്ളത് നമ്മുടെ ഹിമാലയൻ ബേബി പൗഡർ ഇല്ല, അത് ഞാൻ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് വളരെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് രണ്ടായാലും ഇങ്ങനെ ഇത് ചെയ്യും. എനിക്ക് കോമ്പാക്ട് പൗഡർ അത്ര യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇതായിട്ട് തോന്നും ഫേസിലിട്ട് കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ ഞാൻ ആദ്യം നിൽക്കുക ഇങ്ങനെ രണ്ടേലാക്കിയിട്ട് ജസ്റ്റ് ചുമ്മാ ഈ കണ്ണിൻ്റെ അവിടെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ബാബ ആണ്. സോ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. വലിയ സീനൊന്നുമില്ല, പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ഐലൈനർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഐബ്രോ പെൻസിൽ ഞാൻ മറന്നുപോയി, അപ്പോൾ ഒന്നും ചെയ്യണം. പിന്നെ മുടി സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് ഞാൻ മെയ്ബിലിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കണ്ണ് വരയാം.
ഐ തിങ്ക് ഞാൻ കണ്ണാടി വെച്ച് വരയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്യാം. ഐലൈനർ ഞാൻ വരഞ്ഞു. ഞാൻ അത്ര ഡാർക്ക് ആയിട്ടൊന്നും വരഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻ്റെ മിഡിൽ നിന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു, അത്രേ ഉള്ളൂ. കുഞ്ഞു വിങ്സ് ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അത്രേ ഉള്ളൂ. ഇനി മുടി സെറ്റാക്കാനുണ്ട്. ലിപ്സ്റ്റിക്ക്, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നതിനൊക്കെ മുന്നേ നമുക്ക് ലിപ് ബാം ഇട്ടൊന്ന് സെറ്റാക്കാനുണ്ട്. ഞാൻ ബയോട്ടിക്കിൻ്റെ ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മുടി സെറ്റാക്കാം. ഇപ്പം മുടി ഞാൻ ചുമ്മാ വാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല, ഇനിയിപ്പം ചൂടെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മുടി നൈസായിട്ട് കെട്ടും. ഞാനപ്പോൾ ഈ ക്രഞ്ചി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടും ചുമ്മാ തന്നെ. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ്. ഇനി ലിപ്സ്റ്റിക് ഇടണം. അപ്പം ഞാൻ ലാക്മി അല്ല, ഡാസ്ലറിൻ്റെ ഈ ഖൂബ്സൂരത് കുച്ച്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ പോവും. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ വിചാരിച്ചു ഡാസ്ലറിന്റെ ഇത് മാത്രമല്ലാണ്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന്. ഇത് ലാക്മിയുടെ ഒരു ലിപ് ഷെയ്ഡാണ്, വൈൻ ടച്ച് 20 വൈൻ ടച്ച് ആണ്. അപ്പം ഞാൻ ആദ്യം ഇത് ജസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം അതിടാന്ന് വിചാരിച്ചു. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പം ഏകദേശം ഈ ലിപ് ഷെയ്ഡാണ് വരുന്നത്. കുഴപ്പമില്ല, മാച്ച് ആവുന്നുണ്ട്. ഞാൻ അധികവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടാറ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സെറ്റായി. നമുക്കപ്പോൾ ഇറങ്ങാൻ നോക്കാം. ഓക്കെ, സെറ്റ്. കാര്യം ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ സ്ലീവ്ലെസ് ആണ് ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോൺസിൻ്റെ ഈ SPF 55 PA++ സൺ മിറാക്കിൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ലൊക്കേഷൻ ഞാനെല്ലാം കാണിച്ചു തരാം. ബൈ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ എല്ലാവരും റെഡിയായി. ഇതവിടെ നമ്മളെ വേറെ ബ്ലോഗറാണ്, നമ്മാടിക്ക് എക്സ്പ്രസ് നമ്പി. ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് വ്യൂ. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ സിറ്റി പാലസ് പോവാന്ന്. അപ്പം അവിടത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി വലിയ ടെമ്പിളുണ്ട്. വൈകുന്നേരം ടൈം കിട്ടെങ്കിൽ ഞാനൊന്ന് അങ്ങോട്ടേക്ക് കയറാൻ നോക്കും. ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം നമ്മൾ ഇപ്പം തന്നെ കുറച്ച് വൈകി ഇറങ്ങാൻ. കുറച്ച് 11:15 വിചാരിച്ചതാണ്, പക്ഷെ ആ ടൈമിൽ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങി നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് സിറ്റി പാലസിലോട്ട് പോകും. ഞാൻ പോകുന്നതിൻ്റെ സൈഡിൽ കുറേ ഇതുണ്ട് കേട്ടോ, ഷോപ്സുകൾ. ലൈക്ക് ഈ തുണിക്കടകൾ, ഹാൻഡ് ബാഗ്സ്, അങ്ങനെയൊക്കെയുള്ള ഷോപ്സുകളാണ് അവിടെ അധികം ഉള്ളത്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് നടന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക്. സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ കുറച്ച് ഷോപ്പുകൾ ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം കുറച്ച് ഭയങ്കര പഴയ ബിൽഡിങ്സ് ആട്ടോ. ഇവിടെ മൊത്തം ഭയങ്കര ഒരു കണ്ടോ ഫ്രണ്ടില് കാണാൻ പറ്റുന്നില്ല. ഇതിവിടെ വേറൊരു ടെമ്പിൾ ഉണ്ട്. ഇതുണ്ട് ഇവിടെ ഈ എൻട്രി സ്ഥലം തന്നെ. നിങ്ങൾ നോക്കൊരു ഭയങ്കര ഒരു ആൻഷ്യന്റ് ടൈമിലുള്ള ഭയങ്കര ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇതവിടെ ഒരു ലേക്ക് നമുക്ക് കാണാം. വ്യൂ രണ്ട് സൈഡിലായിട്ട് നടുക്കൊരു ബ്രിഡ്ജാണ്. ഓക്കെ, ലേക്കാണ്. നൈസ് വ്യൂ ആട്ടോ. കാരണം അവിടെ ഒരു ഐലൻഡ് പോലെ ഒരു ഇതുണ്ട്.
പിന്നെ നമുക്ക് ഫുൾ വൈറ്റ് ആയിട്ടൊരു ഇത് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ അവര്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പത്തെ സൈഡിലും അതുപോലെ തന്നെ, പക്ഷെ ഈ സൈഡിൽ ഏരിയ കുറച്ച് കുറവാണ്. അവിടെയും റോഡ് ലൈക്ക് ബ്രിഡ്ജ് പോലെയാണ് വെച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ടും അത് റോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. നൈസ് വ്യൂ തന്നെയാണ് കേട്ടോ. കണ്ട ടെമ്പിളിന്റെ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ഈ ഒരു ലേക്കിലേക്ക് എത്തുന്ന പോലെയും ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അതാണ് ആ സൈഡിൽ കാണുന്നത്. സൈഡിലൊക്കെ ബിൽഡിങ്സ് ആണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഈ വഴി വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിട്ടോ. നമ്മള് നടന്നിട്ട് എന്താ ഇങ്ങനെ ഇവിടെ ഈ വീട്ടിന്റെ വാളിലും ഇതിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ പഴയ ഭയങ്കര ഓരോ ടൈപ്പ് സ്റ്റുഡിയോ ആർട്ട്. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയ റോഡാണ്. ബാക്കിൽ കൺജസ്റ്റഡ് റോഡാണ്. ലൈക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ടൈപ്പ് മോഡൽ ഇതുണ്ട് കേട്ടോ. ജുംകാസ്, പാദസരങ്ങള്, ഇയറിങ്സ്, മൂക്കുത്തി എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. നമുക്ക് മേലെ കുറച്ച് ബൊഗൈൻവില്ല, പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്ത് അതൊക്കെ നല്ല ഒരു ഭയങ്കര പഴയ ടൈപ്പിൽ നല്ല ഒതന്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ലേക്ക് നമ്മളിത് അംബ്രായി റെസ്റ്റോറന്റ് ആൻഡ് ബാർ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര ഓൾഡ് ബിൽഡിങ് തന്നെയാണ് എല്ലാം. ഒരു ഇൻസ്പിരിറ്റ് എന്നുള്ളതിൽ ഒരു ലയണ് ഇതൊക്കെ വെച്ചിട്ട് നല്ല കോമഡി ആയിട്ടുണ്ട് അല്ലേ. എല്ലാരും എന്നെക്കാളും ഫ്രണ്ടിലെത്തി നടന്നിട്ട്. ഇതൊരു നല്ല ബിൽഡിംഗ് കേട്ടോ. ദ ലീല പാലസ്, ഉദയ്പൂർ. ഹോട്ടലിലാണ് പോകുന്നത്, അംബ്രായി. സോ ഇതാണ് ഇതിന്റെ വ്യൂ. എലിഫന്റ് ഒക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. സെറ്റ് കേട്ടോ. എൻട്രൻസ് തന്നെ നോക്ക്, നൈസ് വ്യൂ ആണ്. നല്ലൊരു ബിൽഡിംഗ് കേട്ടോ. സോ ഇതാണ് ഇവിടെ റെസ്റ്റോറന്റ് അംബ്രായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ചുമ്മാ ഒരു വീട് എടുക്കാന്ന്. ഗഹന ഇവിടെ ഇരുന്നു. ഇതിലേക്ക് പോകേണ്ട ഒരു വഴി ഇങ്ങനെയാണ്. ഇവിടെ കുറെ നല്ല ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ഉണ്ട്. നല്ല നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ ഒരു വ്യൂവും കൂടെ എനിക്ക് കിട്ടി ഗൈസ്. നമുക്ക്
സ്വിമ്മിംഗ് പൂള്, ഇങ്ങനൊരു ബിൽഡിങ്. പോയിട്ട് നമ്മള് അറ്റ് ലാസ്റ്റ് നമ്മള് റെസ്റ്റോറന്റ് എത്തി. ഇതാണ് റെസ്റ്റോറന്റ്, അടിപൊളിയാട്ടോ. ഫുൾ ലേക്ക് വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ട ലേക്കാണ്. യെസ്, അതേ സെയിം ലേക്കാണ്. ഇങ്ങനെയാട്ടോ വ്യൂ മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു നൈറ്റിൽ കുറച്ചുകൂടെ വ്യൂ ഭയങ്കര ഭംഗിയുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ അവരിങ്ങനെ ഇത് തൂക്കിയിട്ടിട്ടുണ്ട്, ലൈറ്റ് കാര്യങ്ങള്. നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇതാ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. നമ്മള് 8 പേരുണ്ട്. ഇവിടെ ഇരിക്കാം. അപ്പം നമ്മളെല്ലാരും ഫുഡ് ചെയ്യുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് തന്നെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മള് കഴിച്ചത് ചിക്കൻ രാജ്പുട്ട, പിന്നെ ലാൽമാൻ, പിന്നെ വേറെന്തായിരുന്നു, ഒരു മട്ടന്റെ ഐറ്റം കൂടെ. മട്ടന്റെ ഒരു ഐറ്റം ഡ്രിങ്ക് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പേര് ഓർമ്മയില്ല. പക്ഷെ എല്ലാം മട്ടൺ ഐറ്റംസ് ആണ്, ചിക്കൻ ഐറ്റംസ് ആണ്. കൊള്ളായിരുന്നു. പിന്നെ നമ്മള് റൊട്ടി ഐറ്റംസ് ആണ് അധികം ഓർഡർ ചെയ്തത്. റൈസ് ഒട്ട ഒരു ഇത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ഇവിടെ നൊമാഡിക് എക്സ്പ്രസ് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, യൂട്യൂബ് കണ്ടന്റ്. ഇവിടെ അണ്ണാനെ കണ്ടോ? നോക്കൂ, മരത്തിന്റെ മുകളിൽ അണ്ണാൻ ഇങ്ങനെ ഒച്ചയാക്കാണ്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചത് ആ പാലസിലോട്ട് നടന്നെത്തി. അപ്പൊ സിറ്റി പാലസിലോട്ടുള്ള എല്ലാ വീഡിയോസും നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം. അപ്പൊ ഇത് പാർട്ട് 1 ഇത്രേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.